ഞാൻ ഇന്നിവിടെ റീനൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് എടുക്കാൻ പോകുന്നത്. റീനൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കിഡ്നിക്ക് ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ്, കിഡ്നി ഡിസീസസിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് റീനൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു പെയർ കിഡ്നി, അത് 2 കിഡ്നിയാണ് നമുക്കുള്ളത്. നമ്മുടെ റിബിൻ്റെ താഴെയായിട്ട് നമ്മുടെ പുറകു വശത്തായിട്ട് നടുവിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് കിഡ്നി കാണുന്നത്. നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്ലഡിലുള്ള വാട്ടറും വേസ്റ്റ്, എക്സസ് ആയിട്ടുള്ള വാട്ടറും വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ, മെറ്റബോളിക് വേസ്റ്റ് മെറ്റീരിയൽസും ഒക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് അതിനെ യൂറിനായിട്ട് ഫോം ചെയ്ത് അതിനെ യൂറേറ്റർ വഴി യൂറിനൽ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തത് പുറത്തേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കിഡ്നിയുടെ ഉള്ളിൽ, അതായത് കിഡ്നിയുടെ ഒരു ചെറിയ സ്ട്രക്ചറുണ്ട്. അത് ബേസിക് ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന നെഫ്രോൺസ് കൊണ്ടാണ് കിഡ്നി നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കിഡ്നി ഡിസീസസ് കൂടുതലായിട്ട് നമ്മുടെ നെഫ്രോൺസിനെയൊക്കെയാണ് ബാധിക്കുന്നത്. ഈ കിഡ്നി ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ കിഡ്നി ടോട്ടലി അത് അത് ഡാമേജ് ആയി അതിൻ്റെ ഫങ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ കിഡ്നി ഡിസോർഡേഴ്സ് എന്നോ അല്ലെങ്കിൽ റീനൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഉള്ളവർക്കോ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കോ എന്തെങ്കിലും ക്രോണിക് ഡിസീസ് ഉള്ളവർക്കൊക്കെയാണ് ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക്കലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, കൂടുതലായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും കിഡ്നി ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. കിഡ്നി ഡിസോർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഫെയിലിയർ എന്ന് മാത്രമല്ല വേറെ കുറേ ഹെൽത്ത് ഇഷ്യൂസും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മുടെ എല്ലുകളുടെ ബലം കുറയുക, നെർവ് ഡാമേജ് ഉണ്ടാവുക, മാൽന്യൂട്രീഷൻ, പോഷകക്കുറവ് ഉണ്ടാകുക, അങ്ങനെ കുറേ ഡിസോർഡേഴ്സ് റീനൽ ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാറുണ്ട്. ഇത് നമ്മൾ ഈ കിഡ്നി ഡിസീസ് അത് ഒരുപാട് നാളങ്ങനെ അത് തീരെ വേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി കംപ്ലീറ്റ്ലി അതിൻ്റെ ഫങ്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയും നമുക്ക് പിന്നെ ഡയാലിസിസിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ ബ്ലഡൊക്കെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഡയാലിസിസിന് വരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇനി കുറച്ച് കോമൺ റീനൽ ഡിസോർഡേഴ്സും അതിൻ്റെ കോസസും അതിൻ്റെ സിംറ്റംസൊക്കെയാണ് നമ്മൾ ഇനിയുള്ള സ്ലൈഡ്സിൽ നോക്കുന്നത്. നമുക്ക് ഗ്ലോമറുല നെഫ്രൈറ്റിസ്, ഹെമറ്റൂറിയ, റീനൽ കാൽക്കുലസ്, അസിഡിയോസിസ് ആൻഡ് ആൽക്കലോസിസ്, ഈ 4 എണ്ണമാണ് നമുക്ക് സിലബസിലുള്ളത് പഠിക്കാനായിട്ട്. മറ്റ് ഡിസീസ്, അതായത് ക്രോണിക് കിഡ്നി ഡിസീസസ്, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസസ്, UTI, അക്യൂട്ട് കിഡ്നി ഫെയിലിയർ, ഡയബറ്റിസ് ഇൻസിപ്പിഡസിനെ കുറിച്ചൊക്കെ ഞാൻ സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആദ്യത്തെ 4 എണ്ണം മാത്രം പഠിച്ചാൽ മതി. ഗ്ലോമറുല നെഫ്രൈറ്റിസ്, അതായത് ഒരു കോമൺ കിഡ്നി ഡിസോർഡർ ആണത്. നമ്മുടെ ഗ്ലോമറുലസ്, ഈ ഗ്ലോമറുലസ് കിഡ്നിയുടെ ഗ്ലോമറുലസ് ആണ് കിഡ്നിയുടെ നെഫ്രോൺ എന്ന് പറയുന്ന സ്ട്രക്ചറോടെ നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പാർട്ടാണ് ഈ ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ആ ഒരു പോർഷനെയാണ് ബോമാൻസ് ക്യാപ്സിലൊക്കെ ഞാനാണ് ഗ്ലോമറുല എന്ന് പറയുന്നത്. ബോമാൻസ് ക്യാപ്സിൻ്റെ ഉള്ളിലുള്ള കുറേ ചെറിയ ട്യൂബ്സ് ഉണ്ട്, അതിനാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ വെച്ചിട്ട് ചിലപ്പം എന്തെങ്കിലും അതിൻ്റെ ശരിക്കും ഈ ഒരു ഡിസീസിൻ്റെ ആക്ച്വൽ റീസൺ അറിയത്തില്ല. പക്ഷേ എന്തൊക്കെയോ നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമായിട്ട് വരുന്നതാണ് ഗ്ലോമറുല നെഫ്രൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോമറുലയിലുള്ള ഇൻഫ്ലമേഷൻ, നമ്മുടെ കിഡ്നിയുടെ ചെറിയ ബ്ലഡ് വെസൽസിലുള്ള ഇൻഫ്ലമേഷനൊക്കെയാണ് ഇതിന് ക്യാരക്ടറായിട്ട് വരുന്നത്. പിന്നെ ഹെമറ്റൂറിയ, പ്രോട്ടനൂറിയ എന്ന് പറഞ്ഞ 2 കണ്ടീഷൻസും വരുന്നുണ്ട്. അതായത് യൂറിനിൽ കൂടി ബ്ലഡും പ്രോട്ടീനൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനാണ് അത്. ഹെമറ്റൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ലോസും, പ്രോട്ടീനൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ പോകുന്നതും. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് അക്യൂട്ട് റീനൽ ഫെയിലിയർ വരെ സംഭവിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെമറ്റൂറിയ ആണ്. ഹെമറ്റൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ RBCയുടെ പ്രസൻസ് കാണുന്നതാണ് ഹെമറ്റൂറിയ എന്ന് പറയുന്നത്. ഇതെന്തെങ്കിലും ഇൻഫെക്ഷൻ്റെയോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമേഴ്സോ ട്രോമാസൊക്കെ ഉള്ളതിൻ്റെ ഫലമായിട്ടാണ് ഈ ഹെമറ്റൂറിയ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ വൈറ്റ് ബ്ലഡ് സെൽസ്, നമ്മൾ പറഞ്ഞു റെഡ് ബ്ലഡ് സെൽസ്, RBCs ബ്ലഡിൽ കൂടി ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെമറ്റൂറിയ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പുറമെ വൈറ്റ് ബ്ലഡ് സെൽസും യൂറിനിൽ കൂടി നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മുടെ UTIയുടെ, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റമാണ് അത്. ഹെമറ്റൂറിയ എന്നൊക്കെ 2 ടൈപ്പ് ഉണ്ട്. അതായത് മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഗ്രോസ് ഹെമറ്റൂറിയ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ യൂറിൻ എന്ന് പറയുന്നത് വിഷ്വലി ഡിസ്കളേർഡ് ആയിരിക്കും. നമുക്ക് ആ യൂറിനിലുള്ള കളർ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മൾ എന്തെങ്കിലും മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ കൂടി മാത്രമേ നമുക്കത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കണ്ടോ, നോർമൽ
യൂറിൻ പോലെ തന്നെ നമുക്ക് തോന്നിക്കും. പക്ഷേ അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി എക്സാമിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് അതിൽ RBC പ്രസൻ്റ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ചില കേസിൽ നമ്മൾ ചില ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില മെഡിസിൻസ് എടുക്കുമ്പോഴോ നമ്മുടെ യൂറിനിൽ ചെറിയ കളർ വ്യത്യാസം, അതായത് ഒരു റെഡ് ബ്രൗൺ കളർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് എപ്പോഴും ഹെമറ്റൂരിയ മൂലമല്ല, പക്ഷേ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മൾ ബീട്രൂട്ട് പോലുള്ള ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില മെഡിസിൻസ് കഴിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീനൽ കാൽക്കുലസ് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ടുള്ള ഒരു കിഡ്നി ഡിസോർഡറാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കിഡ്നിയിൽ സോളിഡ് മാസ് ഡിപ്പോസിഷൻ, അതായത് ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ട്, ചില സബ്സ്റ്റൻസിൻ്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ട് അത് ഒരു സോളിഡ് മാസ് ആയിട്ട് നമ്മുടെ കിഡ്നിയുടെ യൂറിനറി ട്രാക്റ്റിൽ എവിടെയെങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തു. അതിനാണ് നമ്മൾ റീനൽ കാൽക്കുലസ് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. എന്തെങ്കിലും മിനറൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റൻസോ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ ബ്ലഡിലുള്ള ഈ സബ്സ്റ്റൻസസ് ഒക്കെ കിഡ്നിയിൽ ഒരു സ്റ്റോൺ പോലെ ഫോം ചെയ്യുന്നു. ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് യൂറിനേഷൻ്റെ ടൈമിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. നമുക്കിനി കുറച്ച് ടൈപ്സ് ഓഫ് കിഡ്നി സ്റ്റോൺസ് നോക്കാം. കാൽഷ്യം സ്റ്റോൺസ്, സിസ്റ്റിൻ സ്റ്റോൺസ്, അങ്ങനെ കുറച്ച് ടൈപ്സ് ഉണ്ട്. അതിൽ കാൽഷ്യം സ്റ്റോൺസ് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ടൈപ്പാണ്. അതായത് കാൽഷ്യവും ചില സബ്സ്റ്റൻസ് നമ്മൾ ചില ഫുഡിൽ കൂടി നമുക്ക് ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ്, കാർബണേറ്റ് തുടങ്ങിയ കുറച്ച് സബ്സ്റ്റൻസസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പം ഈ കാൽഷ്യവും ഓക്സലേറ്റും ഫോസ്ഫേറ്റൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് സ്റ്റോണായിട്ട് മാറുന്നു. അതായത് നമ്മൾ സ്പിനാച്ച്, വൈറ്റമിൻ C സപ്ലിമെൻറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഓക്സലേറ്റിൻ്റെ പ്രസൻസ് നമ്മുടെ ബോഡിയിൽ കൂടും. അങ്ങനെ ഈ ഓക്സലേറ്റും കാൽഷ്യവും കൂടി കമ്പൈൻ ചെയ്ത് അത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് വന്നത് അത് ഡെപ്പോസിറ്റ് ചെയ്തൊരു സ്റ്റോണായിട്ട് മാറുന്നു. സിസ്റ്റിൻ സ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും സിസ്റ്റിനൂറിയ ഉള്ള ആളുകളിൽ കണ്ടുവരുന്നതാണ്. അതായത് മെയിൽസിലും ഫീമെയിൽസിലൊക്കെ ഇത് കാണാൻ സാധിക്കും. സ്ട്രോവൈറ്റ് സ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മെയിനായിട്ട് വിമൻസിലാണ് കാണുന്നത്. മറ്റേ UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് ഈ സ്ട്രോവൈറ്റ് സ്റ്റോൺസ്. അതിങ്ങനെ ഫോം ചെയ്ത സമയത്ത് ഭയങ്കര ചെറുതായിരിക്കും. അത് പക്ഷേ അത് ഗ്രാജുവലി അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് കിഡ്നിയും യൂറിനറി ട്രാക്റ്റും യൂറേറ്റർ, ബ്ലാഡറൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ്. അത് പൊതുവെ മെന്നിലാണ് അത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഗൗട്ടും കീമോതെറാപ്പിയുടെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകളിൽ നമ്മുടെ ബോഡിയിൽ നിന്നും, അതായത് നമ്മുടെ എല്ലുകളിൽ നിന്നൊക്കെ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ കൂടും. അപ്പോൾ ഈ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകളിൽ ഈ കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അതായത് ഇവിടെ പറയുന്നത് ഈ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകളിൽ കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് അബ്സോർപ്ഷൻ കൂടും ഇൻറ്റസ്റ്റൈനിൽ നിന്ന്. അത് നേരെ ബ്ലഡിൽ വന്നിട്ട് അത് കിഡ്നിയിൽ കൂടി അത് ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് അത് കിഡ്നിയിൽ അത് യൂറിനിൽ ഈ സബ്സ്റ്റൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ കാൽഷ്യം ഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുകയും അതവിടെ സ്റ്റോണായിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കിഡ്നി സ്റ്റോൺ ആൽക്കലൈൻ യൂറിൻ ഉള്ളവർക്ക്, അതായത് യൂറിൻ്റെ pH കൂടുതലുള്ളവർക്ക്, 7 എബോ ഉള്ളവർക്ക് ഈ റീനൽ കാൽക്കുലസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ റീനൽ കാൽക്കുലസിന് അസിഡിക് യൂറിനിലേക്കാളും കൂടുതൽ ചാൻസ് ഉള്ളത് ആൽക്കലൈൻ യൂറിനാണ്. അതുകൊണ്ട് നമ്മൾ ഈ കിഡ്നി സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ അസിഡിക് ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അസിഡിയോസിസ്, ആൽക്കലോസിസ്. അസിഡിയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ ടു മച്ച്, അതായത് ആസിഡിൻ്റെ ലെവൽ കൂടുമ്പോഴത്തേക്കുമാണ് അസിഡിയോസിസ് എന്നും, അതുപോലെ തന്നെ ബേസിൻ്റെ ലെവൽ, ആൽക്കലിയുടെ ലെവൽ കൂടുമ്പോഴാണ് ആൽക്കലോസിസ് എന്നും നമ്മൾ പറയുന്നത്. ഈ അസിഡിയോസിസ് തന്നെ അങ്ങനെ അസിഡിയോസിസ് എന്ന കണ്ടീഷൻ ഉണ്ടാകും നമ്മുടെ കിഡ്നിക്കും നമ്മുടെ ലങ്സിനൊക്കെ നമ്മുടെ അതായത് ബോഡിയുടെ pH ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ഉണ്ടാകുന്നത്. നമുക്ക് മെറ്റബോളിക് അസിഡിയോസിസ് ഉണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ആസിഡ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുകയും അത് കിഡ്നി വഴി, അതായത് യൂറിൻ വഴി നമ്മുടെ ആസിഡിൻ്റെ എക്സ്ക്രീഷൻ അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നു. റീനൽ അസിഡിയോസിസിൽ പറയുന്നത്
അക്യുമുലേഷൻ ഓഫ് യൂറിയൻ പ്രോട്ടീൻ കാറ്റബോൾസിൻ്റെ ഫലമായിട്ട് യൂറിയം ക്രിയാറ്റിനൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ എന്താണ് റീനൽ അസിഡിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് റിഡക്ഷൻ ഇൻ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആൻഡ് pH ഓഫ് ദ ബ്ലഡ് എക്സീഡ് 7.45. അതായത് pH കൂടുന്നു, അതായത് ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ pH ആകുന്നു, പിന്നെ H+ അയൺ കോൺസെൻട്രേഷൻ കുറയുന്നു. അങ്ങനെയുള്ള ആ ഒരു ആൽക്കലൈൻ കണ്ടീഷനെയാണ് നമ്മൾ ആൽക്കലോസിസ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് ക്രോണിക് കിഡ്നി ഡിസീസസ്, അതായത് കിഡ്നി ഫെയിലിയർ പോലെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് സംഭവിക്കുന്നതാണ്. പിന്നെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസസ്, കുറേ സിസ്റ്റുകൾ നമ്മൾ കിഡ്നിയിൽ ഉണ്ടാകുന്നത്. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് യൂറിനറി ബ്ലാഡർ യൂറിത്രയിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ഇൻഫെക്ഷൻസ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. പിന്നെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അത് വാസോപ്രസിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഒരുപാട് ബോഡി ഫ്ലൂയിഡ്, അതായത് നമ്മുടെ യൂറിൻ വഴി ബോഡി ഫ്ലൂയിഡ് ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ, നമ്മുടെ കിഡ്നി ഫെയിലിയർ. ഇനി കുറച്ച് സിംറ്റംസ് ആണ്, അതായത് നമുക്ക് ഏതൊരു അസുഖം ഉണ്ടെങ്കിലും അതിനൊരു സിംറ്റം ഉണ്ടാവാറുണ്ട്. അപ്പം കിഡ്നി ഡിസീസിൽ ഒരു ഏർലി വാർണിംഗ് സൈനായിട്ട് വരാറുണ്ട്. ഒരു സിവിയർ ആയിട്ട് നമുക്ക് ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാലും സിംറ്റംസ് കാണിക്കാറുണ്ട്. കുറച്ച് ഏർലി വാർണിംഗ് സൈൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫറ്റീഗ്, ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റിംഗ്, ട്രബിൾ സ്ലീപ്പിംഗ്, പൂർ അപ്പറ്റൈറ്റ്, മസിൽ ക്രാമ്പിംഗ്, സ്വെള്ളൻ ഫീറ്റ്, പഫിൻസ് അറൗണ്ട് ഐസ് ഇൻ ദ മോർണിംഗ്, ഡ്രൈ സ്കെയിലി സ്കിൻ, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എസ്പെഷ്യലി ലേറ്റ് അറ്റ് നൈറ്റ്. അതായത് ഭയങ്കര ക്ഷീണവും വിശപ്പില്ലായ്മയും, നമ്മുടെ ഈ കാലിനൊക്കെ പാദത്തിനും കാലിനൊക്കെ നീര് വയ്ക്കുക, അങ്ങനെ കുറച്ച് നമുക്ക് എപ്പോഴും ഇങ്ങനെ യൂറിനേഷൻ ഉള്ള ആ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ചെയ്യാൻ നമുക്ക് തോന്നുക, അതൊക്കെയാണ് കുറച്ച് ഏർലി വാർണിംഗ് സൈൻസ് ആയിട്ട് വരുന്നത്. സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് നൗസിയ, വോമിറ്റിംഗ്, വിശപ്പില്ലായ്മ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, പൊട്ടാസ്യം ലെവൽ പെട്ടെന്ന് സഡനായിട്ട് ഇൻക്രീസ് ചെയ്ത്, ഹൈപ്പർ കലീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, പെരികാർഡിയത്തിൻ്റെ ഇൻഫ്ലമേഷൻ, അതായത് നമ്മുടെ ഹേർട്ടിൻ്റെ ചുറ്റുമുള്ള ആ ഒരു കവറിങ്ങിനാണ് പെരികാർഡിയം, അതിൻ്റെ ഇൻഫ്ലമേഷനൊക്കെയാണ് സിവിയർ ആയിട്ടുള്ള സിംറ്റംസ്. ഇനി ഡയഗ്നോസിസ് ആണ്, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റേറ്റ്, അൾട്രാസോണിൽ CT സ്കാൻ, കിഡ്നി ബയോപ്സി, യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ക്രിയാറ്റിൻ ടെസ്റ്റ് വഴിയൊക്കെ നമുക്ക് കിഡ്നി ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ഇനി കുറച്ച് ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു അസുഖത്തിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് ചിലപ്പോൾ മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതികളാകാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഫുഡിലുണ്ടാക്കുന്ന ചേഞ്ചസ് ഒക്കെ ആവാം. മെയിനായിട്ട് ഡ്രഗ്സ് ആൻഡ് മെഡിക്കേഷൻസ്, മരുന്നുകൾ തരുന്നത്, പിന്നെ നമ്മുടെ ഡയറ്ററി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സസൈസ് ചെയ്ത് അങ്ങനെ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ വഴി നമ്മൾ പറഞ്ഞ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും BP ഉള്ള ആൾക്കാർക്കൊക്കെ ഈ കിഡ്നി ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ ഇൻസുലിൻ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുക, നമ്മുടെ ഹൈ കൊളസ്ട്രോൾ ഫുഡൊക്കെ കട്ട് ബാക്ക് ചെയ്യുക, സോൾട്ട് അതുപോലെ കാര്യങ്ങളൊക്കെ, ലോ ഫാറ്റ് ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുക, നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്യുക, ആൽക്കഹോൾ കൺസപ്ഷൻ, സ്മോക്കിംഗ് ഒക്കെ ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്ത് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് കിഡ്നി ഫെയിലിയറിൻ്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻ, അതായത് കിഡ്നി ഫെയിലിയർ സംഭവിച്ചു, കിഡ്നി കംപ്ലീറ്റ്ലി അതിൻ്റെ ഫങ്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ആ സമയത്താണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻ നമ്മുടെ ബോഡിയുടെ പുറത്ത് നമ്മൾ ചെയ്യുന്നു, അതിനാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതായത് മെത്തേഡ് ഓഫ് ഫിൽറ്ററിങ് ബ്ലഡ് ആൻഡ് ഇറ്റ് യൂസ് വെൻ someone's kidney have failed or are close to failing. അതായത് കിഡ്നി അല്ലെങ്കിൽ കിഡ്നി ഫെയിലാകും, അത്തരം ഒരു സിവിയർ കണ്ടീഷൻസിലാണ് ഡയാലിസിസ് നമ്മൾ നോക്കുന്നത്. 2 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണുള്ളത്, ഹീമോ ഡയാലിസിസ് ആൻഡ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും പൊട്ടാസ്യം, യൂറിയ തുടങ്ങിയ വേസ്റ്റിനെയൊക്കെ നമ്മുടെ ബ്ലഡിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. റീനൽ ഫെയിലിയർ സംഭവിക്കുമ്പോൾ ബ്ലഡിൽ നിന്നും നമ്മുടെ ഇതുപോലെ വേസ്റ്റ് പ്രൊഡക്ട്സ്, മെറ്റബോളിക് വേസ്റ്റും വാട്ടറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹീമോ ഡയാലിസിസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഹീമോഡയാലിസിസ് ഇൻവോൾവ്സ് ഡിഫ്യൂഷൻ ഓഫ് സൊല്യൂട്ട് അക്രോസ് എ സെമി പെർമിബിൾ മെമ്പറൈൻ. നമ്മളൊരു സെമി പെർമിബിൾ മെമ്പറൈനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ കൂടി നമ്മൾ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് കടത്തി വിടുവാണ്. അപ്പോൾ ഈ
നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ആർട്ടറിയിൽ നിന്നും നമ്മൾ ബ്ലഡ് പുറത്തേക്ക് ആർട്ടിഫിഷ്യൽ കിഡ്നിയിലേക്ക് നമ്മൾ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് പമ്പ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എക്സ്ട്രാ കോർപ്പോറിയൽ ഔട്ട് നമ്മുടെ ബോഡിക്ക് പുറത്തായിട്ടാണ് നടക്കുന്നത്. ഈ നമ്മുടെ ബ്ലഡിനെ നമ്മൾ ഒരു ട്യൂബിൽ കൂടി കടത്തിവിടുന്നു. ആ ട്യൂബ് ഡയാലിസിസ് സൊല്യൂഷനിലായിരിക്കും കാണുക. അതായത് ഡയാലിസേറ്റ്, അതായത് കുറേ അയോൺസൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ് ഈ ഡയാലിസിസ് സൊല്യൂഷൻ. അതിൽ കൂടി നമ്മളൊരു ട്യൂബ് കടത്തിവിടുന്നു. ട്യൂബിനൊരു പ്രത്യേകതയുണ്ട്. സെല്ലോഫാൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് ട്യൂബ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ സെല്ലോഫാൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ മിക്ക സൊല്യൂട്ട്സിനും പെർമിയബിളാണ്, പക്ഷേ പ്രോട്ടീൻസിനൊക്കെ പെർമിയബിളാണ്. ബ്ലഡ് സെൽസിന് മാത്രം അത് കംപ്ലീറ്റ്ലി ഇംപെർമിയബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ സെല്ലോഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലോഫാൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ ട്യൂബിൽ കൂടി നമ്മൾ ബ്ലഡ് കടത്തി വിടുന്നു. എന്നിട്ട് കൗണ്ടർ കറണ്ട് ഫ്ലോ ആ ഒരു മെക്കാനിസം യൂസ് ചെയ്ത് അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഡയാലിസിസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെയാണിട്ട് നമ്മൾ ആ ഡയാലിസിസിന് ശേഷം നമ്മുടെ ബ്ലഡ് വെയിൻ വഴി നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ച് കയറ്റുന്നു. അതാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. പുറത്താണ് അത് നടക്കുന്നത്, ഔട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള. ഇനി ഇത് പെരിട്ടോണിയൽ ഡയാലിസിസ് ആണ്. അതായത് നമ്മുടെ ഇതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരിട്ടോണിയൽ ഡയാലിസിസ് നമ്മുടെ പെരിട്ടോണിയൽ മെംബ്രെയിൻ, നമ്മുടെ ബോഡിക്കകത്തുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, പെരിട്ടോണിയൽ മെംബ്രെയിൻ. ആ പെരിട്ടോണിയൽ മെംബ്രെയിൻ്റെ സഹായത്തോടുകൂടിയാണ് നടക്കുന്നത്. ഈ പെരിട്ടോണിയൽ മെംബ്രെയിൻ അവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ഇവിടെ സ്പെഷ്യലി ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ട്. അത് നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നീഡിൽ വഴി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ ബോഡിയിലേക്ക്, അബ്ഡോമിനൽ വാൾ വഴി ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറച്ച് നേരം അത് അവിടെ റിമൈൻ ചെയ്യുന്നു. ഡയാലിസിസിൻ്റെ സമയത്ത് ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതായത് ആ ഒരു മെംബ്രെയിനും ആ ഒരു ഫ്ലൂയിഡും തമ്മിൽ ആ ഒരു ഡിഫ്യൂഷൻ നടന്ന് ആ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ആ ഒരു ഫ്ലൂയിഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനിലേക്ക് വരുന്നു. അങ്ങനെയായിട്ട് നമ്മൾ പിന്നെ തിരിച്ച് നീഡിൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ആ ഫ്ലൂയിഡ് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കളയുന്നു. പെരിട്ടോണിയൽ ഡയാലിസിസ് നമുക്ക് ബ്ലഡ് ബോഡിക്ക് പുറത്തേക്ക് പോകുന്നതിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്ത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ ഹീമോഡയാലിസിസ് പോലെ അത്ര എഫക്റ്റീവ് അല്ല. ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് നമ്മൾ മിക്കവാറും ചൂസ് ചെയ്യുന്നൊരു കാര്യമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. കിഡ്നി മാറ്റി വയ്ക്കുക. തീരെ വയ്യ എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമുക്കൊരു ഡോണർ കിഡ്നി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഓർ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ദ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഓഫ് എ കിഡ്നി ഇൻ ടു എ പേഷ്യൻ വിത്ത് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസസ്. അതായത് റീനൽ ഡിസീസിൻ്റെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ലോങ് ടേം ഡയാലിസിസിൽ നിന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്സാണ് നമുക്കുള്ളത്. ഒന്ന് ഡിസീസ്ഡ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷനും ഒന്ന് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ. ഡിസീസ്ഡ് ഡോണർ എന്ന് പറയുന്നത് എന്തെങ്കിലും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയാക് ഡെത്ത് സംഭവിച്ചവരിൽ നിന്നും നമ്മൾ ആ കിഡ്നീനെ നമ്മൾ സ്വീകരിക്കുന്നു. അതായത് കടാവറിൽ നിന്നും മരിച്ച ഒരു ബോഡിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നു. ഇപ്പം ഒരു ആക്സിഡൻറ്റ് കേസൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സിന് അറിയാം ഇപ്പം ആ ഒരു വ്യക്തി സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അതിൻ്റെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിലൊക്കെ അങ്ങനെയുള്ള ആളുകളിൽ നിന്നും നമ്മൾ ഓർഗൻസൊക്കെ എടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അതാണ് ഡിസീസ്ഡ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ. ലിവിങ് ഡോണർ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവേ എന്തെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ടുള്ളവരോ അപ്പോൾ നമ്മുടെ എന്തെങ്കിലും റിലേറ്റീവ്സോ അങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് നമ്മൾ ലിവിങ് ഡോണർ എന്ന് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു നമുക്കൊരു പെയർ കിഡ്നി, 2 കിഡ്നിയാണുള്ളത്. അതിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യും. അതാണ് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ. The surgical process is technically simple and the recipient and the donor are operated at on the same time. സർജിക്കൽ പ്രോസസ്സിൽ അതിൻ്റെ ടെക്നിക്കലി അത് ഭയങ്കര സിമ്പിളാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, പക്ഷേ ടെക്നിക്കലി സിമ്പിളാണ്. കാരണം ഈ 2 പേരെയും ഡോണറിനെയും റെസിപ്പിയൻറ്റിനെയും ഒരേ സമയമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ടീം ഓഫ് സർജൻസ് നെഫ്രക്ടമി, അതായത് ഡോണറിൽ നിന്ന് കിഡ്നീനെ റിമൂവ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു. മറ്റേ വേറൊരു സെറ്റ് ഓഫ് സർജൻസ് ആ ഒരു റെസിപ്പിയൻറ്റിനെ ആ ഒരു കിഡ്നി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് ഡോണേഴ്സ് കിഡ്നി നമ്മൾ ലോവർ അബ്ഡോമിനലായിട്ടാണ് വെക്കുന്നത്. അതായത് ഇവിടുത്തെ പിക്ചറിൽ നോക്കിയേ, ഈ കാണിച്ചേക്കുന്നത് ഈ 2
കണ്ടോ, ഈ രണ്ട് എണ്ണമാണ് മേളിൽ കാണിച്ചേക്കുന്ന രണ്ടെണ്ണമാണ് റെസിപ്പിയൻറ്റിൻ്റെ കിഡ്നി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഡിസീസ്ഡ് ആയിട്ടുള്ള കിഡ്നീസാണ്. അതിൻ്റെ താഴെയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റഡ് കിഡ്നി വെക്കുന്നത്. നമ്മുടെ ആ ഒരു റെസിപ്പിയൻറ്റിൻ്റെ ആ ഡാമേജ്ഡ് കിഡ്നി നമ്മൾ അവിടെ നിന്ന് മാറ്റുന്നില്ല. അതിൻ്റെ താഴെയായിട്ട് ലോവർ അബ്ഡോമിനലായിട്ട് നമ്മൾ നമ്മുടെ ട്രാൻസ്പ്ലാന്റഡ് കിഡ്നി പ്ലേസ് ചെയ്യുന്നു. ദ റീനൽ ആർട്ടറി ആൻഡ് വെയിൻ ഓഫ് ദ ട്രാൻസ്പ്ലാന്റഡ് കിഡ്നി ആർ കണക്റ്റഡ് ടു ദി ആർട്ടറി ആൻഡ് വെയിൻ ഓഫ് ദ റെസിപ്പിയൻറ്റ്. കണ്ടോ, ആ ഒരു ഡോണറിൻ്റെ ആ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നിയുടെ റീനൽ ആർട്ടറിയും റീനൽ വെയിനും നമ്മൾ റെസിപ്പിയൻറ്റിൻ്റെ ആർട്ടറിയും വെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ ട്രാൻസ്പ്ലാന്റഡ് കിഡ്നിയുടെ യൂറീറ്റർ റെസിപ്പിയൻറ്റിൻ്റെ ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഡാമേജ് കിഡ്നി അവിടെ തന്നെ നമ്മൾ ലെഫ്റ്റ് ചെയ്യുന്നു. പുതിയ കിഡ്നിനെ നമ്മൾ ലോവർ അബ്ഡോമിനലായിട്ട് പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡ് പുതിയ കിഡ്നി കൂടി ഫ്ലോ ചെയ്ത് യൂറിൻ ഫോം ചെയ്ത് ഒരു ഹെൽത്തി മാനപ്പിൾ ആണ്. പക്ഷേ ഈ പോസ്റ്റ് സർജിക്കൽ പ്രോബ്ലംസ് ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂൺ റിജക്ഷന് സാധ്യത കൂടുതലാണ്. ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതായത് നോൺ സെൽഫായിട്ടുള്ള ബോഡിക്ക് ഫോറിനായിട്ടുള്ള എന്തൊരു സാധനത്തിനെയും റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റഡ് കിഡ്നി എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടൊരു സംഭവമാണ്. അതിനെ റിജക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. അവിടെ ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ പേഷ്യൻസിന് ഇമ്മ്യൂണോ സപ്രസൻ മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു ബോഡിയിലുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റീനെ, നാച്ചുറൽ ഇമ്മ്യൂണിറ്റീനെ അത് വീക്കൺ ചെയ്യുകയും ആ ഒരു നോൺ സെൽഫിനെ, ആ ഒരു സെൽഫ് നോൺ സെൽഫ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നില്ല. ഇമ്മ്യൂൺ റിജക്ഷൻ അവിടെ സംഭവിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് കെയർ ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് പ്രിവെൻഷൻ. നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം? നമ്മൾ ഒരുപാട് വെള്ളം, എപ്പോഴും പറയും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് മാക്സിമം അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വെള്ളം കൂടുതലായിട്ട് കുടിക്കുക. നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിൽ എന്തെങ്കിലും മെറ്റബോളിക് വേസ്റ്റിൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിലും, പറഞ്ഞ പോലെ കിഡ്നി സ്റ്റോൺ വരാനാണെങ്കിൽ പോലും കാൽഷ്യത്തിൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അങ്ങനെ കുറച്ച് കിഡ്നി ഡിസീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക, നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുക, ഡയബറ്റീസ് വരാണ്ട് നോക്കുക, സോൾട്ട് കൺട്രോൾ ചെയ്യുക, അതായത് ബ്ലഡ് പ്രഷർ വരാണ്ട് നോക്കുക, കൊളസ്ട്രോൾ കണ്ടൻറ്റുള്ള ഫുഡ് കുറയ്ക്കുക, സ്മോക്കിംഗ് നിർത്തുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് കറക്റ്റ് ടൈമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുക. ചിലർ നമ്മൾ പറഞ്ഞില്ലേ, സോഡിയം കൂടുതലുള്ള ഫുഡ്, ആനിമൽ പ്രോട്ടീൻസ് കൂടുതലുള്ള ഫുഡ്, സിട്രിക് ആസിഡ്, ഓക്സലേറ്റ് കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കുറച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കിഡ്നീനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. കാരണം ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ഡയഗ്നൈസ് ചെയ്തിട്ട് നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ കിഡ്നീനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതോടെ എൻ്റെ ടോപ്പിക്ക് കഴിയുവാണ്. താങ്ക് യു.